പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായി സദൃശ്യവാക്യം 4-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. മകനെ, കേട്ട എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ, ഇസ്രായേലിൻ്റെ 3-ാമത്തെ രാജാവായിരുന്ന ശലോമോൻ, ദൈവം ജ്ഞാനവും വിവേകവും കൊടുത്ത ശലോമോൻ, ആ ശലോമോൻ എഴുതുകയാണ്, എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. നമുക്ക് ദീർഘായുസ്സുണ്ടാകുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ വചനങ്ങളെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവത്തിൻ്റെ വചനങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് തൻ്റെ അനുഭവ ജ്ഞാനത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ 3-ാമത്തെ രാജാവായിരുന്ന ദാവീദിൻ്റെ മകനായിരുന്ന ശലോമോൻ, വിവേകവും ജ്ഞാനവും ദൈവം കൊടുത്ത ശലോമോൻ തൻ്റെ സദൃശ്യവാക്യം എഴുതിയപ്പോൾ താൻ എഴുതുകയാണ്, നമുക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ വചനത്തെ വിട്ട് അവർ ഇടത്തോട്ടോ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങരുതെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, ശലോമോൻ നമ്മെ ഉപദേശിക്കുന്നത്, ദൈവം നമുക്ക് തന്ന കൽപ്പനയുണ്ടല്ലോ, ആ കൽപ്പനകളെ ഹല്ലേലൂയ, അവന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളണം. ഹല്ലേലൂയ, ആ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കണം. അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. വചനങ്ങളെ വിട്ടുകളയരുത്, അതിനെ ഉപേക്ഷിക്കരുത്. അതിൽ നീ പ്രിയം വെക്കണം, എന്നാൽ അത് നിന്നെ കാക്കും. അത് നിന്നെ സകല ദുഷ്ടന്റെ ചതിയിൽ നിന്നും അത് നിന്നെ സൂക്ഷിക്കും. ഹല്ലേലൂയ. ജ്ഞാനമാണ് പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്തിലും നീ വിവേകം നേടുക. ജ്ഞാനം സമ്പാദിക്കുക, നീ വിവേകം നേടുക, അത് നിന്നെ ഉയർത്തും. ശലോമോൻ പറയുകയാണ്, അങ്ങനെ നീ വിവേകം നേടിയാൽ ആ വിവേകമുണ്ടല്ലോ, അത് നിന്നെ ഉയർത്തും. അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമോല പോലെ അണിയിക്കും. അത് നിനക്ക് ഒരു മൗത്വമായൊരു കിരീടം പോലെ ആയിരിക്കും. ഹല്ലേലൂയ. മകനെ, എന്റെ വചനങ്ങളെ കേട്ട് ഹല്ലേലൂയ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. ദൈവം തമ്പുരാൻ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവം മോശെ മുഖാന്തരം കൽപ്പന കൊടുക്കുകയാണ് ജനങ്ങളോട്. മോശെ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമി യാത്രയിൽ എഴുതപ്പെട്ട കൽപ്പന ദൈവം തന്റെ കൈപ്പടിയിൽ എഴുതി, ഹല്ലേലൂയ, കൽപ്പലകയിൽ എഴുതിയ കൽപ്പന മോശ കൊണ്ടുവരികയാണ്. അതിൽ ദൈവം എഴുതുകയാണ്, ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കുക. ദൈവം നമുക്ക് തരുന്ന ദേശമുണ്ടല്ലോ, ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരുന്ന ജീവിക്കുവാനുള്ള ദേശം, ആ ദേശത്ത് മകനെ നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും നിന്റെ അമ്മയെയും നീ എന്ത് ചെയ്യണം? നീ ബഹുമാനിക്കണം. നിന്റെ ദൈവത്തെ നീ ബഹുമാനിക്കണം. അത് നിന്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കണമെന്ന് ദൈവം നമുക്ക് കൽപ്പന തരികയാണ്. അത് നീ മാനിച്ചാൽ നിനക്ക് ഈ ഭൂമിയിൽ ദീർഘായുസോടെ നിനക്ക് ഇരിക്കുവാൻ കഴിയുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവ അവൻ വ്യാജം പറയുകയില്ല. അവൻ പറയുന്നത് സത്യമാണ്, അതിൽ മാറ്റമില്ല. ആ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ദൈവം നമ്മെ ബോധിപ്പിക്കുകയാണ്. നീ ഈ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കണമെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കുക. അവർ നിനക്ക് ജന്മം നൽകിയവരാണ്, അവരെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് ദൈവം നമുക്ക് കൽപ്പന തരികയാണ്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന്, നിങ്ങൾ നന്നായിരിക്കേണ്ടതിന്, നിങ്ങൾ കൈവശമായി ദേശത്ത് നിനക്ക് ദീർഘായുസോടിരിക്കേണ്ടതിന് നിങ്ങളുടെ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴികളിലും നടന്നുകൊള്ളണം. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 33-ാം വാക്യത്തിൽ പറയുകയാണ്, മോശെ മുഖാന്തരം എഴുതി ആവർത്തന പുസ്തകം പറയുകയാണ്, യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴികളിലുണ്ടല്ലോ, ആ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് നീ നീങ്ങുന്നു എങ്കിൽ നിന്റെ യാത്ര നിനക്ക് ശുഭകരമായിരിക്കും. നിനക്ക് സമാധാനമുണ്ടാകും. നിനക്ക് ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ദൈവം നമുക്ക്
തരുമെന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ദൈവമക്കളെ, ദാവീദിന്റെ ജീവിതയാത്രയിൽ ദാവീദ് വനാന്തരത്തിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ ദൈവം വിളിച്ചു വേർതിരിച്ച് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ദൈവം അഭിഷേകം ചെയ്തു. പക്ഷേ അവന്റെ സമൃദ്ധിയുടെ കാലഘട്ടത്ത് അവൻ ഊരിയാവിനെ കൊന്ന് ഊരിയാവിന്റെ ഭാര്യയെ സ്വന്തമാക്കി, ബത്ശേബയെ സ്വന്തമാക്കിയപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അവൻ മാറിപ്പോയി. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ ദൈവം ഒരു വാൾ അവന്റെ ഭവനത്തിലേക്ക് അയക്കുകയാണ്. അവന്റെ 4 മക്കളെ ദൈവം കൊന്നുകളയുകയാണ്. ദാവീദ് ആരാണ്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. പക്ഷേ അവൻ തെറ്റ് ചെയ്തപ്പോൾ ഹല്ലേലൂയ ശിക്ഷിക്കാതെ ദൈവം വിട്ടില്ല. അവന്റെ 4 മക്കളെ ദൈവം തട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഭയത്തോടെ വിറയലിനോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കണം. ദൈവമക്കളെ, തെറ്റു ചെയ്യുമ്പോൾ ആരെന്ന് നോക്കാതെ അവനെ അടിക്കുന്നവനാണ് ദൈവം. മോശ തെറ്റ് ചെയ്തപ്പോൾ മോശയെ അടിച്ചു. ഇബ്രാഹാം തെറ്റ് ചെയ്തപ്പോൾ ഇബ്രാഹാമിനെ അടിച്ചു. ദാവീദ് തെറ്റ് ചെയ്തപ്പോൾ ദാവീദിന് 4 മക്കളെ ദൈവം കൊന്നുകളയുകയാണ്. ഹല്ലേലൂയ. അബ്സലോൻ മരിച്ചു, ബത്ശേബയിൽ ഉണ്ടായ കുട്ടി മരിച്ചു, അദോനിയാവ് മരിച്ചു, അമ്നോൻ മരിച്ചു. അങ്ങനെ 4 പേര് മരിച്ചു വീണു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളുടെ ജീവിതയാത്രയിൽ അവന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ഹല്ലേലൂയ അവന്റെ മുഖത്തേക്ക് നോക്കി വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ നീങ്ങരുത്. നീങ്ങിയാൽ നിന്റെ ജീവിതത്തിലെ സമാധാനം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ സമാധാനം നിനക്ക് ഇല്ലാതെയായിത്തീരും. ദൈവം നിന്നിൽ നിന്ന് അകന്നു പോകും. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായിരുന്ന ശൗൽ അപ്പന്റെ കഴുതി അന്വേഷിച്ചു പോയിരുന്ന ശൗലിനെ പിടിച്ച് ദൈവം ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായി. ഹല്ലേലൂയ. അവനോട് ദൈവം പറയുകയാണ്, നീ യുദ്ധത്തിൽ പോയപ്പോൾ എല്ലാത്തിനെയും നശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ മേധുരമായ ആടുമാടുകളെ കൊണ്ടുവരികയാണ്. ശൗൽ പ്രവാചകൻ ചോദിക്കൂ, ഇതെന്തിനാ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, നിന്റെ ദൈവത്തിന് ആരാധന കഴിക്കുവാൻ ഞാൻ ശ്രേഷ്ഠമായതെല്ലാം കൊണ്ടുവന്നു എന്ന് പറയുകയാണ്. ദൈവം പറഞ്ഞത് അതേപോലെ അനുസരിക്കാതെ അവൻ പോവുകയാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, ദൈവം അവനെ രാജസ്ഥാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അങ്ങനെ ശൗൽ രാജസ്ഥാനത്തിൽ നിന്ന് ദൈവം ശൗലിനെ നീക്കിക്കളയുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം പറയുന്നത് കേൾക്കാതിരിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ, നമ്മൾ കിട്ടിയ സ്ഥാനമാനങ്ങളിലെല്ലാം ദൈവം നമ്മളെ നീക്കിക്കളയുന്നു. വേറെ ശൗൽ. അപ്പോൾ അതുകൊണ്ടാണ് ശൗലിനെ മാറ്റി ദാവീദിനെ ദൈവം ആ സ്ഥാനത്ത് ആക്കുകയാണ്. ദൈവത്തിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മൾ പോകുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മെ മാറ്റിക്കളയുന്ന ദൈവമാണ്. ദൈവം നമ്മെ ശിക്ഷിക്കുന്ന ദൈവമാണ്. അത് ആരെന്ന് നോക്കാതെ അവൻ നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവമാണ്. യേശു കർത്താവ് അതാണ്. അവൻ നീതിയോടെയാണ് ന്യായം വിധിക്കുന്നത്. ഹല്ലേലൂയ. അവൻ നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവമാണ്. അവൻ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പിൽ വരുന്നത് നമ്മൾ എങ്ങനെ നിഷ്കളങ്കരും നിർമ്മലരുമായി നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദിനംപ്രതി നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ നമ്മൾ നിരപ്പ് പ്രാപിച്ച് നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ മാനിക്കുവാൻ ശക്തനായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനം, ശാന്തി ദൈവം അവൻ തരുന്ന ദൈവമാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ദൈവം ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, നിന്റെ ജീവിതയാത്രയിൽ അവന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ നീങ്ങരുത്. അവനിൽ ആശ്രയിച്ച് അവനിൽ നോക്കി മാത്രം നീ ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ജീവിച്ചാൽ നീ ഈ ഭൂമിയിൽ നീ ദീർഘായുസ്സോടെ ഇരിക്കും. നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. ഞാൻ നിനക്ക് സമാധാനം, യേശു കർത്താവ് പറയുകയാണ്, ഞാൻ എന്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് നമ്മോട് പറയുകയാണ്. ദൈവമാണ് നമുക്ക് സമാധാനം തരുന്നത്. ദൈവമാണ് നമുക്ക് സമൃദ്ധി തരുന്നത്. ദൈവമാണ് നമുക്ക് ഐശ്വര്യം തരുന്നത്. ഹല്ലേലൂയ. ആയുസ് തരുന്നത്. ഹല്ലേലൂയ. നമ്മളെ നടത്തുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ദൈവത്തിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാതെ അവനിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ ഈ ഭൂമിയിൽ ദീർഘായുസോടെ ഇരുത്തും എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. ആ സദസ്യവാക്യം 4-ാം അധ്യായം 10-ാം വാക്യം. മകനെ, കേട്ട എന്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മൾ പറയുകയാണ്,
കർത്താവ് നമുക്ക് പറഞ്ഞ കൽപ്പനകളുണ്ടല്ലോ, ആ കൽപ്പനകളെല്ലാം നീ മുറുകെ പിടിക്കണം. ആ നേരിന്റെ മാർഗമുണ്ടല്ലോ, ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, ആ ദൈവത്തിന്റെ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ അതിൽ ആശ്രയിച്ച് നീ ജീവിക്കണം. അങ്ങനെ നിനക്ക് ജീവിക്കുന്നുവെങ്കിൽ നീ ഭൂമിയിൽ നീ ദീർഘായുസ്സോടെ ഇരിക്കും എന്ന് ദൈവം പറയുകയാണ്. ദൈവം വ്യാജം പറയുവാൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ വ്യാജം പറയുകയില്ല, അവൻ അനുദപിക്കുകയുമില്ല. അതുകൊണ്ട് മക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ദീർഘായുസ്സോടെ ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാതെ അവരിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കണമെന്ന് ഞാൻ ഓർപ്പെടുത്തിക്കൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.